ഇമോഷണൽ മെച്യൂരിറ്റി ബന്ധങ്ങൾ ശക്തമാക്കാൻ അത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? മെച്യൂരിറ്റി എന്നുള്ളത് നിങ്ങളുടെ പ്രായമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതാണ് മെച്യൂരിറ്റിയെ നിശ്ചയിക്കുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടെന്നറിയാനുള്ള 6 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. നിങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്നത്. എല്ലാവർക്കും തെറ്റുകൾ പറ്റാം, പക്ഷെ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുമോ? മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഫലങ്ങൾ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. 2. മറ്റുള്ളവരുടെ തലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായി സാധിക്കണം. അതെ, എമ്പതി, അത് മെച്യൂരിറ്റിയുടെ ഒരു അടയാളമാണ്. അത് നിങ്ങളെ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആക്കും, ഒരു നല്ല മനുഷ്യനാക്കും. 3. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് തിരിച്ചറിയാനും അത് ചോദിക്കാനും ഭയമുണ്ടാവരുത്. എനിക്കിത് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് തിരിച്ചറിയാനും സഹായം ചോദിക്കാനുമുള്ള കഴിവ് വളർച്ചയുടെ അടയാളമാണ്. 4. കഷ്ടപ്പാട് സമയത്തും നന്ദി പറയാനായി പറ്റണം. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. ആ കഷ്ടപ്പാടുള്ള സമയത്തും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മെച്യൂരിറ്റി. ആ സമയത്തും നന്ദി പറയാൻ പറ്റുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. 5. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നല്ലൊരു മനസ്സുണ്ട്. മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ഒരിക്കലും പഠനം അവസാനിപ്പിക്കുന്നില്ല. അവർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളൊരു മനസ്സുണ്ടായിരിക്കും. പുതിയ ആശയങ്ങൾ അവർ വളരെ ഓപ്പൺ മൈൻഡായി അക്സെപ്റ്റ് ചെയ്യും. ഇത് നിങ്ങളെ ഒരു ഡീപ്പ് ആൻഡ് മീനിങ് മനുഷ്യനാക്കി മാറ്റും. 6. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും. ഒന്നും ആലോചിക്കാതെ റിയാക്ട് ചെയ്യുന്നത് എപ്പോഴും നഷ്ടമാണ്. മെച്യൂരിറ്റി ഉള്ളവർ ഒന്ന് പോസ് ചെയ്യും, 2 വശങ്ങളും കാണും, എന്നിട്ട് റിയാക്ട് ചെയ്യും. അത് മനസ്സിൽ സമാധാനവും ബന്ധങ്ങളിൽ സ്ഥിരതയും കൊണ്ടുവരാം. ഇമോഷണൽ മെച്യൂരിറ്റി അതൊരു പ്രോസസ്സാണ്. ഓരോ ദിവസവും കുറച്ച് വളരുക. കാരണം മനസ്സിൻ്റെ വളർച്ചയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ പുരോഗതി.